ഇന്ത്യയിൽ പാസ്പോർട്ട് നടപടിക്രമങ്ങൾ ഇപ്പോൾ മുൻപത്തേക്കാൾ ലളിതവും വേഗത്തിലുമായി മാറിയിരിക്കുകയാണ്. ഓൺലൈൻ സേവനങ്ങളുടെ വ്യാപ്തി വർദ്ധിച്ചതും അതോടൊപ്പം തന്നെ ഡിജി ലോക്കർ വഴിയൊക്കെയുള്ള രേഖകൾ പരിശോധിക്കാൻ സാധിക്കുന്നതുമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. നിലവിൽ പാസ്പോർട്ട് സേവ പ്രൊജക്ട് 2.0യുടെ ഭാഗമായിട്ട് കൂടുതൽ സുരക്ഷാ ഫീച്ചറുകളുള്ളതും അതോടൊപ്പം തന്നെ എംബഡഡ് ചിപ്പുകൾ ഘടിപ്പിച്ചതുമായിട്ടുള്ള ആധുനിക ഈ പാസ്പോർട്ടുകൾ രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത്തരത്തിൽ സുതാര്യമായ പുതിയ രീതിയിലൂടെ അപേക്ഷകർക്ക് ഓഫീസുകൾ കയറിയിറങ്ങാതെ തന്നെ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. പാസ്പോർട്ട് അപേക്ഷകൾക്കായിട്ട് ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള passportindia.gov.in സന്ദർശിക്കണം. അവിടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ വിലാസം, ആധാർ വിവരങ്ങൾ എന്നിവ നൽകി ഒരു ലോഗിൻ ID സൃഷ്ടിച്ചാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. തുടർന്ന് പോർട്ടലിലെ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീ ഇഷ്യൂ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൊണ്ട് ആവശ്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് അപേക്ഷ സമർപ്പിക്കാം. നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ, നെറ്റ് ബാങ്കിങ്, UPI അല്ലെങ്കിൽ ബാങ്ക് ചെല്ലാൻ എന്നിവ വഴി ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാവുന്നതാണ്. പണം അടച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലോ സൗകര്യപ്രദമായിട്ടുള്ള തീയതിയും സമയവും നോക്കിക്കൊണ്ട് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാം. അപ്പോയിൻമെൻറ്റ് ലഭിച്ച ദിവസം ആധാർ കാർഡ്, വോട്ടർ ID, ജനന സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് തുടങ്ങിയ തിരിച്ചറിയൽ രേഖകളുടെ അസലും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും കയ്യിൽ കരുതണം. ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിക്കുകയും അപേക്ഷകന്റെ വിരലടയാളവും ഫോട്ടോയും നേരിട്ട് ശേഖരിക്കുകയും ചെയ്യുന്നതാണ്. ഈ നടപടികൾക്ക് ശേഷം അപേക്ഷകന്റെ വിലാസത്തിൽ പോലീസ് വെരിഫിക്കേഷനും ഉണ്ടാകുന്നതാണ്. പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ പാസ്പോർട്ട് നടപടികൾ പൂർത്തിയാവുകയും പാസ്പോർട്ട് തപാലിൽ ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപേക്ഷയുടെ ഓരോ ഘട്ടവും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകർക്ക് ട്രാക്ക് ചെയ്യാനും സാധിക്കുന്നതാണ്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.